ഹലോ, എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ മാൽഡീവ്സിലേക്ക് കടന്നു വന്നത്. സോ ഇപ്പം വീണ്ടും മാൽഡീവ്സിലേക്കുള്ള ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞാൻ കടന്നു വന്നത് ഏജൻസി ത്രൂ ആണ്. ഇവിടെ നമ്മൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇങ്ങോട്ടുള്ള ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഏജൻസി ത്രൂ ആണ്. അപ്പോൾ ഓർക്കുക, ഏജൻസി ത്രൂ വരുമ്പം ഏജൻസി ജെനുവിൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പം ഏജൻസി നമ്മൾ ബന്ധപ്പെടുന്ന ഏജൻസി ജെനുവിൻ ആണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സോ ഏജൻസി ത്രൂ നടക്കുന്ന ഇൻ്റർവ്യൂ അവർ പ്ലേസും അനൗൺസ് ചെയ്യും, ഡേറ്റും അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ സെപ്റ്റംബറിലോ ഓഗസ്റ്റ് അവസാനമോ ആയിട്ടായിരിക്കും. സോ നിങ്ങൾക്ക് മാൽഡീവ്സിലേക്ക് കടന്നു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏജൻസിയെ ബന്ധപ്പെടുക. ഏജൻസിയിലേക്ക് നിങ്ങളുടെ CV-യും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ പാസ്പോർട്ടും പിന്നെ അവർ തരുന്ന ഒരു ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ഇൻ്റർവ്യൂവിനെങ്കിൽ അവർ നിങ്ങളോട് അനൗൺസ് ചെയ്യും. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിൽ നിങ്ങൾ എവിടെയാണോ സ്ഥലം അലോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഞാനും ഒരു വർഷം മുന്നെയാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു വർഷം മുന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതിനൊരു 6 മാസം മുന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഏകദേശം നല്ലൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇൻ്റർവ്യൂ കണ്ടാൽ ഉടനെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ ആ ഒരു മാസത്തിന് ശേഷം ഒരു ജോലി കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചേക്കല്ല. ഒരു 5-6 മാസമെങ്കിലും എടുക്കും ഇവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമുക്ക് ഈ ജോലി കിട്ടാനായിട്ട്. സോ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ സിലബസ് കേംബ്രിഡ്ജ് സിലബസാണ്. അപ്പോൾ കേംബ്രിഡ്ജ് സിലബസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കേംബ്രിഡ്ജ് സിലബസ് പ്രിപ്പയർ ആയിട്ട് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക. പിന്നെ ക്ലാസ് എടുക്കാനായിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആണ് ഇവർ ബേസിക്കലി നോക്കുക. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വലിയൊരു ടാലൻ്റ് അല്ല. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓക്കെയാണ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ കേംബ്രിഡ്ജ് സിലബസ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലേഡീസ് ആണെങ്കിൽ കുർത്തിയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് വിത്ത് ഷോൾ. പിന്നെ ജെൻസിനാണെങ്കിൽ പാൻറ്റ് ഷർട്ട്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ടൈയും വേണം. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനും പാൻറ്റും ഷർട്ടും ഇൻസേർട്ടഡ് മോഡൽ തന്നെയായിരിക്കും. അത് നിങ്ങളുടെ ഏജൻസി ആയിട്ട് തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. സോ ഏജൻസി സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ വന്ന ഏജൻസിയുടെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ടേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുള്ളൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അവരവിടെ വാങ്ങിച്ചു വെക്കും. പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറുമ്പോൾ ഫസ്റ്റ് ഇവർ MOE പാനൽ ഒന്നെങ്കിൽ ഓഫ്ലൈനോ ഓൺലൈനോ ആണെന്ന് പറഞ്ഞു. ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഓൺലൈൻ പാനലിലായിരുന്നു. അപ്പം അവർ കണക്റ്റഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പിൽ 8 പേരോളം ഉണ്ടായിരുന്നു. അവർ നമ്മളോട് 1 by 1 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ കുറേ പേര് വിസിബിളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് നോൺ വിസിബിൾ ആയിരുന്നു. അപ്പം നമ്മൾ അടുത്ത് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ എന്നാണ്. പിന്നെ ഞാൻ സയൻസിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. സോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളോടൊരു ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ ഡൗട്ട് ചോദിക്കും. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താങ്ക് യു, വി വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയും. ഇപ്പം നമ്മുടെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ആ ഇൻ്റർവ്യൂ എടുക്കാനേ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോകുന്ന അന്ന് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടും അതുപോലെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അവരെ കാണിക്കാൻ തക്കവിധം കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏജൻസി നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കും. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വിസ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ അത് നമുക്ക് തിരിച്ചയച്ചു തരും. അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടില്ല എങ്കിലും ആ ഒരു ടൈം ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് തിരിച്ച് അയച്ചു തരും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇപ്പം നാട്ടിലുള്ള എക്സ്പീരിയൻസിന് മറികടന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ കമ്പയർ ടു UAE പോലെയുള്ള കൺട്രിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലും ഈസിയാണ് ഇങ്ങോട്ട് വരാനായിട്ട്. സിലബസിൽ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. പിന്നെ ഏജൻസി തരുന്ന ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഞാൻ കടന്നു വന്ന ഏജൻസിയുടെ കാര്യവും ഇപ്പം ഉള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യവും ഞാൻ ഈ ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു, സീ യു.